സംഗീത സ്ട്രീമരിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മഞ്ഞൊക്കെ ഇങ്ങനെ കുറഞ്ഞിങ്ങനെ വരണുള്ളൂ കേട്ടോ. ഇപ്പോൾ രാവിലെ നല്ല മഞ്ഞും ഉച്ച സമയത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ. പിന്നെ അതാ ഉണ്ണിക്കുട്ടതെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങനെ അച്ഛനെ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ പോയി. അച്ഛനും നേരത്തെ പോയിട്ടോ. എന്നിട്ട് ഞങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ മേടിച്ച് വെച്ചിട്ടാണ് ആൾ പോയത്. അപ്പോൾ രാവിലെ തന്നെ ഉണ്ണിക്കുട്ടൻ തന്നെയാണ് കേട്ടോ പല്ല് തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ടൊക്കെ തന്നെയാണ് തേക്കുന്നത്. നമ്മൾ തേപ്പിച്ച് കൊടുക്കുമ്പോൾ അവന് ഓക്കാനം പോലെ വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ വൃത്തിയൊന്നും ആവില്ല. പിന്നെ എന്താ ചെയ്യുക, അങ്ങനെ ഛർദ്ദിക്കണ്ടെന്നുള്ളൊരു ഇതിൽ ഞാനങ്ങനെ അവന് ബ്രഷും പേസ്റ്റും കൊടുത്തു എന്ന് മാത്രം. അവൻ പല്ല് തേക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ മുഖമൊന്നും കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവിടെ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാറുണ്ട്. പെട്ടെന്ന് ഡോക്ടർ കയറി വരുമ്പോൾ വൃത്തികേടായിട്ട് കിടക്കാൻ പാടില്ലല്ലോ റൂം. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടാൻ, അല്ലെങ്കിൽ ഡോക്ടർ പേടിക്കേണ്ട നമ്മളെ ബോധം കണ്ടിട്ടെന്നുള്ള രീതിയിൽ മുടിയൊക്കെ ഒതുക്കി കെട്ടി വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്പാടിയൊക്കെ എഴുന്നേറ്റു. അമ്പാടി ഇങ്ങനെ ഉറക്കപ്പിച്ചേൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അമ്പാടിയുടെ ചുമ വ്യത്യാസമൊന്നുമില്ല, അതേപോലെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലിയും ചട്നിയാണെന്ന് കുട്ടേട്ടൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അത് രണ്ടുപേർക്കും കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് അവർ കഴിക്കുന്നുണ്ട് സമാധാനത്തിലും. ഉച്ചയ്ക്ക് ചോറുണ്ണാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ, ചില ദിവസങ്ങളിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനും അതിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. സെപ്പറേറ്റ് ഒരു വീഡിയോ എടുക്കാനൊന്നും ഞാൻ നിന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഡിസ്ചാർജ് ആവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അന്ന്. പിന്നെ ചുമ എനിക്ക് വലിയ വ്യത്യാസവും ഇല്ലാത്ത കാരണം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഒരു ഉച്ചയായപ്പോഴേക്കും കുട്ടാട്ടം വന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഡോക്ടർ വന്നു പോയി. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ചുമ എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചുമ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് മരുന്നാക്കാം, 5 ദിവസം ആൻറ്റിബയോട്ടിക് ചെയ്തുല്ലോ, ഇനി നമുക്ക് മരുന്ന് കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജ് ആക്കി. കൈമലത്ത് സൂചിയൊക്കെ ഊരി ഒരു ഉച്ചയ്ക്ക് ശേഷം പോകാൻ പറ്റുള്ളൂ എന്ന് അവരെന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാർ ചോറൊക്കെ മേടിച്ചു വന്നാൽ ഞങ്ങൾ അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇതൊരു 5 മണി സമയമാണ്, 5 മണിയല്ല ഒരു 4 മണി സമയമാണ് കേട്ടോ. ഉറക്കൊക്കെ എഴുന്നേറ്റിട്ട് ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കുക. ഇതുവരെ ബില്ല് ആദ്യം അവർ കാണിച്ചു തന്നു. ചെറിയൊരു എമൗണ്ടാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ബാക്കി ഉള്ള ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. നമുക്ക് ഇൻഷുറൻസ് അതിൽ ക്ലെയിം ആവണ്ടേ. അപ്പോൾ അത് ഇങ്ങനെ അപ്രൂവൽ ആയാലാണല്ലോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴുകാനുള്ള ഡ്രസ്സുകളൊക്കെ ഒരു ബാഗിലേക്ക് ആക്കി വെക്കുകയാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളൊന്നും എടുക്കണില്ല, അത് ആ കറുത്ത ബാഗിൽ തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ മരുന്നുകൾ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആക്കി വെക്കുകയാണ്. അതുപോലെ തന്നെ ലിസ്റ്റുകൾ ബില്ലുകൾ അതൊക്കെ ഒതുക്കി വെക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ റൂം ഇത്തിരി നീറ്റാക്കി കൊടുത്തിട്ട് വേണ്ട പോകണമെങ്കിൽ. കുട്ടികളുള്ള കാരണം കുറച്ച് അലങ്കോലമായിട്ടാണ് റൂം കിടക്കേണ്ടായിരുന്നത്. അപ്പം ഞാനതൊക്കെ നീറ്റാക്കിയിട്ട് പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇൻഷുറൻസിൻ്റെ അവിടെ നിന്ന് അവർ 5 മണിക്കായിട്ട് സിസ്റ്റർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ദേവാനന്ദിൻ്റെ ഇൻഷുറൻസ് അപ്രൂവൽ ആയിട്ടില്ല, ഓഫീസിലൊന്ന് പോയി സംസാരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി ഉണ്ണിയോളെ 2 പേര് റൂമിലാക്കിയിട്ട് ഞാൻ പോയപ്പോൾ അവർ പറഞ്ഞു അപ്രൂവൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവുക, എൻ്റെ അപ്രൂവൽ വന്നതല്ലേ. അപ്പോൾ പറഞ്ഞു അല്ല റിജക്റ്റ് ആയിട്ടില്ല, അപ്രൂവലാണ് വരാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി, ഞാൻ ഞങ്ങളുടെ ഇൻഷുറൻസുകാരനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ചിലപ്പോൾ ഇങ്ങനെ സാറ്റർഡേ ആയ കാരണമായിരിക്കും ചിലപ്പോൾ അത് അപ്രൂവൽ ആവാത്തത് എന്ന് പറഞ്ഞു. മൺഡേ ആകുമ്പോഴേക്കും അത് ശരിയാവും, പേടിക്കേണ്ട കാര്യമില്ല, അതെന്തായാലും അപ്രൂവൽ ആവും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാനത് നമ്മുടെ ഓഫീസിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അപ്രൂവലാവും, ചിലപ്പോൾ സാറ്റർഡേ കാരണം തന്നെയായിരിക്കും അപ്രൂവൽ ആവാത്തത്, എന്തായാലും ഒരു 1000 രൂപ നമ്മൾ അഡ്വാൻസ് കെട്ടി വെച്ചിട്ട് നിങ്ങൾ പോയിക്കോളൂ, മൺഡേ എന്തായാലും ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. കാരണം അവരിങ്ങനെ കടുംപിടുത്തൊന്നും പറഞ്ഞില്ല കേട്ടോ, മുഴുവൻ പൈസ അടയ്ക്കണമെന്നൊന്നും, 1000 രൂപ അടച്ചാൽ മതി, കാരണം ഇൻഷുറൻസ് ഉള്ളതാണല്ലോ. അങ്ങനെ ഞാൻ 1000 രൂപ പേയ്മെൻറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടാട്ടനെ വിളിച്ചു. കുട്ടാട്ടൻ വന്നു. കുട്ടാട്ടൻ അവരൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരെ ബുക്കും കളർ പെൻസിലും കാര്യങ്ങളൊക്കെ ഒതുക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുവന്നു ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ്, ഗ്ലാസ്, ബാഗ്, എല്ലാ കണ്ടാമണ്ടി സാധനങ്ങളും ബാഗിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് എത്തണമെങ്കിൽ. വീട് ഇപ്പോൾ ആകെ അലങ്കോലമായിട്ടാവും കിടക്കുന്നുണ്ടാവും, പൊടിയൊക്കെ ആയിട്ടുണ്ടാവും. ചെന്നിട്ട് അടിച്ചു വാരി വൃത്തിയൊക്കെ ആക്കും ഒക്കെ വേണം. പിന്നെ ഇവിടുന്ന് പോകണ ഒരു സന്തോഷമുണ്ട് മനസ്സിൽ. കാരണം നമ്മൾ ഇത്ര ദിവസമൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കാമെന്ന് പറയുമ്പോൾ എളുപ്പമുള്ള കാര്യമില്ല. കുട്ടികളെയും കൊണ്ട് നമ്മൾ ഒരു റൂമിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. പിന്നെ അസുഖം വന്നാൽ മാറണമല്ലോ, അതാണ് നമ്മൾ പിന്നെ റിസ്ക് എടുത്തിട്ടായാലും അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ വയനാട് വന്നിട്ട് ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ അഡ്മിറ്റ് ആയിട്ടുള്ളത്. 1.5 കൊല്ലത്തിൻ്റെ ഇടയിൽ 3ാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ
അഡ്മിറ്റ് ആയിട്ടുള്ളത്. ദേവാനന്ദ് 2 പ്രാവശ്യം അഡ്മിറ്റായി, അമ്പാടി 1 പ്രാവശ്യം അഡ്മിറ്റായി. അപ്പോൾ ദേവാനന്ദിൻ്റെ ബ്ലഡ് റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ ക്ലിയർ ആക്കിയിട്ട് ലൈറ്റും ഫാനൊക്കെ ഓഫ് ആക്കിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഫീഡ്ബാക്ക് ഫോം തന്നിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുട്ടേട്ടനും ഉണ്ണിയോളും ആദ്യം ഇറങ്ങി, ബാഗൊക്കെ കൊണ്ട് അവരിറങ്ങി. പറഞ്ഞു നീ ഇത് ഫില്ലാക്കി കൊടുത്തിട്ട് വായോ, ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഇരിക്കാട്ടാന്ന് പറഞ്ഞിട്ട് അവർ സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ടോ. ഞാൻ സിസ്റ്റർമാരുടെ അടുത്ത് പോയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് ജസ്റ്റ് അവരുടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സേവനങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളതാണ് ഫീഡ്ബാക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ നല്ലതെന്ന് എഴുതി. ചിലതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പിന്നെ എല്ലാം നമുക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ കുഴപ്പമില്ല, നല്ലതെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷയിലൊക്കെ കയറി വീട്ടിലേക്ക് പോവാണ്. ഞങ്ങളുടെ 6 ദിവസത്തെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.